ആത്മീയതയും സന്തോഷവും സമാധാനവും നിറഞ്ഞെന്ന ഭവനമായിരുന്നു അലൻസോണിലെ മാർട്ടിൻ കുടുംബം. അമ്മയുടെ വാത്സല്യവും അപ്പൻ്റെ കരുതലും ചേച്ചിമാരുടെ ലാളനയും കൊച്ചറേസിയായി വീർപ്പുമുട്ടിച്ചു. അമ്മാച്ചനും അമ്മായിയും ഇടയ്ക്ക് അവരെ സന്ദർശിക്കുകയും അവൾക്ക് ഇഷ്ടമുള്ള സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പൂത്തുമ്പി പോലെ സെലിനും ത്രേസ്യായെയും സോണായുടെ പൂന്തോട്ടത്തിലൂടെ കളിച്ചു നടന്നു. ആ ദിവസത്തെപ്പറ്റി കൊച്ചറേസ്യ തന്നെ തൻ്റെ സ്വയംകൃത ചരിത്രത്തിൽ എഴുതുന്നുണ്ട്. ആ ലോകം മുഴുവനും വാസ്തവത്തിൽ എന്നെ നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു. പോകുന്ന വഴികളിലെല്ലാം ഞാൻ പൂക്കൾ കണ്ടു. പ്രസന്നമായ എൻ്റെ പ്രകൃതവും ജീവിതത്തിലെ സുഖകരമാക്കുവാൻ സഹായകമായിരുന്നു. എന്നാൽ എൻ്റെ ആത്മാവ് ഒരു പുതിയ ഘട്ടം ആരംഭിക്കുവാൻ പോവുകയായിരുന്നു. അതിവേഗം യേശുവിന് സമർപ്പിക്കപ്പെടുവാൻ വേണ്ടി ക്ലേശങ്ങളാകുന്ന മൂശയിലൂടെ കടന്നു പോവുകയും ശൈശവം മുതൽക്ക് സഹനം അനുഭവിക്കുകയും ചെയ്യേണ്ട ആവശ്യം എനിക്കുണ്ടായിരുന്നു. വസന്തകാല സോമങ്ങൾ മഞ്ഞിൽ നിന്ന് മുളവെടുക്കുകയും സൂര്യൻ്റെ ആദ്യരശ്മികൾ കൊണ്ട് വികസിതമാകുകയും ചെയ്യുന്നത് പോലെ തന്നെ ഈ സ്മരണകൾ എഴുതുന്ന ചെറുപുഷ്പവും കഷ്ടതയുടെ ഹേമന്തത്തിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. ഹൃദയം നിറഞ്ഞു നിന്ന കൊച്ചുറാണിയുടെ നിർമ്മല സ്നേഹം മാർട്ടിൻ കുടുംബത്തിന് ആനന്ദം പകർന്നു കൊടുത്തിരുന്നു. കുഞ്ഞുനാൾ മുതൽക്ക് ആത്മീയ ജീവിതത്തിലേക്ക് ദൈവപരിപാലനയിൽ അവൾ ആകർഷിക്കപ്പെട്ടു. ദൈവബലിയിൽ മുടക്കം കൂടാതെ സംബന്ധിക്കുന്നു. അതുകൂടാതെ അനുദിന പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ക്രിസ്തീയ പുണ്യവും ആ കുടുംബത്തിൽ വിളങ്ങിയിരുന്നു. അത് കണ്ടും അനുഭവിച്ചും വളർന്ന കൊച്ചറേസ്യയെപ്പറ്റി അമ്മ സെലിഗുരിൻ എഴുതി. അവൾ നല്ല സുഹൃതിനിയായി വളരുന്നതും അതിൻ്റെ ലക്ഷണങ്ങൾ മുളയിൽ തന്നെ കാണുന്നുണ്ട്. നല്ല ദൈവത്തെക്കുറിച്ചല്ലാതെ അവൾക്ക് സംസാരമില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ.